എൻജോയ് ചെയ്തോ? എങ്ങനെയുണ്ടായിരുന്നു മാത്യുവിൻ്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ മാത്യുവിൻ്റെ ഒരു കംബാക്കാണോ തിരിച്ചുവരവാണെന്ന് തോന്നി? മാത്യുവിൻ്റെ ഒരു തിരിച്ചുവരവായിട്ട് തോന്നിയാണ്. മാത്യുവിന് കുറേ ഇതല്ലേ തിരിച്ചുവരവെന്ന് പറയാനല്ലോ, മാത്യു ഉണ്ടല്ലോ, നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ടല്ലോ. മാത്യുവിൻ്റെ എല്ലാ പടങ്ങളും നന്നായിട്ട് അല്ലേ? നല്ല സിനിമയായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ വില്ലനൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു. ഇങ്ങനെ ഒരാള് തമിഴ്നാട്ടിൽ വന്നവരാവും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഫൈറ്റും എല്ലാം നല്ലതായിരുന്നു. പിന്നെ പേടിപ്പെടുത്തുന്ന സാധനങ്ങളുണ്ട്, അത് കൃത്യമായിട്ട് കഴിഞ്ഞ് എനിക്ക് കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു പേടി സീക്വൻസ് കണ്ടിട്ട് ഞെട്ടുന്നത്. അപ്പം ഓൾ ദി ബെസ്റ്റ് ദ ടീം. നല്ല ഡയറക്ഷൻ ആയിരുന്നു. നൗഫൽ ഓൾ ദി ബെസ്റ്റ് പറയുന്നു. താങ്ക് യു സോ മച്ച്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കാത്ത ഒരു ക്ലൈമാക്സും ഒരു സർപ്രൈസ് എലിമെന്റ് ഉണ്ട് ലാസ്റ്റ്. അത് കണ്ടപ്പം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി. പക്ഷെ പിന്നെയാണ് നമുക്ക് ആ ഫസ്റ്റ് മുതലുള്ളത് മനസ്സിലാവുന്നത്, എങ്ങനെയാണ് ഇത് കണക്ട് ആയിട്ട് വരുന്നത്. അതൊരു സർപ്രൈസ് എലിമെന്റ് തന്നെയാണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്നിട്ട് സിനിമ എന്തായാലും കാണണം. ഒരു എന്റർടൈനറാണ്, ഫണ്ണാണ്, ഫണ്ണ് ഹൊററാണ് പരിപാടി. ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് പടം ഇടയ്ക്കൊന്ന് കുറച്ച് പ്രശ്നമായല്ലോ, പക്ഷെ ഇതിൽ ഇത് എല്ലാം നികത്തിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് സൂപ്പറായിട്ടുണ്ട്. ഒരു പുതിയൊരു സാധനമാണ്, ഒരു ഹീറോ മെറ്റീരിയലായിട്ട് മാറ്റി മാറിയിട്ടുണ്ടെന്നാണ് ഈ പടത്തിൽ നിന്ന് മനസ്സിലായത്. ബാക്കിയൊരു ഇതിലൊരു യങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അടിപൊളി പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? മാത്യുവിനൊക്കെ പെർഫോമൻസ് അടിപൊളി. പേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഒരു കോമഡി ആ ഒരു മൂഡിലാണല്ലോ എടുത്തേക്കുന്നത്. ആണല്ലേ?